ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഞാൻ ഐഷുമെ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാം. നമ്മൾ ഒരുമിച്ചൊരു പടം വർക്ക് ചെയ്തിട്ടുണ്ട്, കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട്. സലീം കുമാർ ഡയറക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തൊരു പടം. എനിക്ക് നാടകമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു നാടകം ചെയ്യണമെന്ന്. അല്ലാതെ നമ്മുടെ പടവ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു വൈബ് പടമാണ് ഭയങ്കര. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കാണണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹലോ, നമസ്കാരം. ആദ്യമേ തന്നെ ദബ്കയ്ക്ക് എല്ലാവിധ ആശംസകളും. എനിക്ക് നാടകമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല. കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു നാടകം ചെയ്യണമെന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഭീകരമായ ഒരു ഇൻട്രോവേർട്ടിക് പേഴ്സൺ ആയതുകൊണ്ട് എനിക്കതിനുള്ളൊരു ധൈര്യം ഉണ്ടായിട്ടില്ല. അപ്പം ആർക്കെങ്കിലും അങ്ങനെ ഇതേപോലെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ ആരും പുറകോട്ട് വലിഞ്ഞ് നിൽക്കരുത്. ലേറ്റർ ആലോചിക്കുമ്പോൾ അന്നേ തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് തോന്നാതിരിക്കട്ടെ. അപ്പോൾ ഇപ്പം ആർക്കെങ്കിലും അങ്ങനെ ടാലൻസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. ആരും പിൻവലിഞ്ഞ് നിൽക്കാതിരിക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. 14-ാം തീയതി ഞങ്ങളുടെ സിനിമ റിലീസാവാണ്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം, പ്രാർത്ഥിക്കണം. താങ്ക് യു. നമസ്കാരം. ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ഞാൻ ഐഷുമെ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാം. നമ്മൾ ഒരുമിച്ചൊരു പടം വർക്ക് ചെയ്തിട്ടുണ്ട്, കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട്. സലീം കുമാർ ഡയറക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തൊരു പടം. പുള്ളിക്ക് ഐഷുമ ആയിരുന്നതിനകത്ത് ലീഡ് റോൾ ചെയ്തിരുന്നത്. അപ്പൊ തൊട്ട് എനിക്കറിയാം. അപ്പൊ ഞാൻ കാണും. അപ്പൊ അവിടെ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ അറിയില്ലായിരുന്നു ആരാണെന്നൊന്നും. ഞാൻ ചെറുതാണപ്പോ. അപ്പോ അച്ഛൻ പറഞ്ഞു തന്നു ഇങ്ങനെ, എനിക്ക് മലയാള നാടക വേദികളിൽ സ്ത്രീകൾ ആരും അഭിനയിക്കാനുണ്ടാകുന്ന സമയത്ത് ഒരു മുസ്ലിം യുവതി നായികയായിട്ട് വരുന്നു. അവർക്ക് നേരെ അവരെ എതിർക്കുന്നവര്, താല്പര്യമില്ലാത്തവരൊക്കെ, അതിലൊരാള് വെടിവെക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഇനിയും നാടകം ചെയ്യും എന്ന് പറഞ്ഞ ആളാണ് ഐശ്വര്യ. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ വേദി പങ്കിടാൻ പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇവിടെ വരാൻ സാധിച്ചതില്, നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിലൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോ ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ ദബ്ക എന്ന ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇപ്പൊ ഫെബ്രുവരി 14-ാം തീയതി സിനിമ റിലീസാവുകയാണ്. അപ്പൊ എല്ലാവരും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഈ നാടകോത്സവത്തിന് സപ്പോർട്ട് ചെയ്ത പോലെ നമ്മളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much, team. Thank you.